എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു കാലാതീത വീഡിയോ ആണ്. നിങ്ങൾ ഈ ജീവിതത്തിൽ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആ സന്ദർഭത്തിൽ ഇത് യോജിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥ ഇതാണ് എന്നതിനെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാർഡ് സൂര്യചിഹ്നമുള്ള ഒരു ടറോട്ട് കാർഡ് ആണ്. ഇത് വിജയം ഉറപ്പാക്കുന്നു, ഉജ്ജ്വലത ഉറപ്പാക്കുന്നു, ഉത്സാഹം ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയെ പ്രതിനിധീകരിച്ചേക്കാം. കൃത്യമായി നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ വളർച്ചയുടെ ഘട്ടത്തിലാണ്. പക്ഷേ ആ വളർച്ച എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ഒരു പരാജയത്തിൻ്റെ പടിവാതിക്കൽ നിന്നുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. ആ വ്യക്തി തകർന്ന് തരിപ്പണമാകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ വ്യക്തിക്ക് ഒരു നേട്ടം വന്നിരിക്കുന്നു, ഒരു പുനർചിന്ത വന്നിരിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും ആ വ്യക്തിക്ക് എഴുന്നേറ്റ് വരാൻ സാധിച്ചിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാന കാരണം നിങ്ങളാണ്. നിങ്ങൾ നൽകിയ സ്നേഹമാണ് ആ വ്യക്തിയെ ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുന്നതിന് കാരണമായത്. ആ വ്യക്തി എല്ലാ പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ വിജയമാണത്. ആ വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടി വിജയമാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തിയപ്പോൾ, നിങ്ങളുടെ ഇഷ്ടം ആ വ്യക്തിയിലേക്ക് എത്തിയപ്പോൾ ആ വ്യക്തിക്ക് ഒരു ഉജ്ജ്വലത ഉണ്ടായിരിക്കുന്നു. മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, അത് ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് തനിക്ക് നേട്ടമുണ്ടായത്, വളർച്ചയുണ്ടായതെന്ന് ആ വ്യക്തിക്കറിയാം. നിങ്ങളുടെ സ്നേഹം എപ്പോൾ നിലക്കുന്നുവോ അപ്പോൾ ആ വ്യക്തി തകർച്ചയിലേക്ക് വീഴും. അങ്ങനെ ഒരർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തിരസ്കരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. നിങ്ങളെ ആ വ്യക്തി തിരസ്കരിക്കുന്നതിൽ നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. കാരണം വിജയം നിങ്ങളുടെ ഭാഗത്തേക്ക് എത്തുകയാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ ആ വ്യക്തി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. നമുക്ക് രണ്ടാമത്തെ മധ്യത്തിലുള്ള കാർഡിനെ നോക്കാം. മധ്യത്തിലുള്ള കാർഡ് ഒരു ചക്രം അവിടെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. അത് മാറ്റത്തിൻ്റെ ദിശയാണ്, വ്യത്യാസമാണ്, വിശാലമായ ചിന്തയെയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പല ആളുകളും പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഇഷ്ടമില്ലാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആ വ്യക്തികൾക്ക് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത് എന്ന് കരുതിയ ആൾക്കാരുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലേക്കും വരരുത് എന്ന് കരുതിയ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ സഞ്ചരിച്ച, നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങളുണ്ടാക്കിയ ആളുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിലക്കുകയാണ്. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ദൂരം കുറയുകയാണ്. ആ വ്യക്തിയിലേക്ക് നിങ്ങൾക്കും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയുകയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ നിങ്ങളിലേക്ക് കറങ്ങി വരികയാണ്. അത് തടയാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചിരുന്നു. പക്ഷേ അത് മാറിയിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ അകലം കുറയുന്നു. അകലം ഉണ്ടായിരുന്നു, ചിലർ അകലം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ അകലം കുറഞ്ഞു വരുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്ന കാലഘട്ടം ഉണ്ടാകുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. നമുക്ക് ലാസ്റ്റത്തെ കാർഡിലേക്ക് പോകാം. ചന്ദ്രനെ പോലെ ഉള്ളൊരു കാർഡ്, ചന്ദ്രന് സമാനമായൊരു കാർഡ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ
ഒരു മാറ്റത്തിൻ്റെ ദിശ ഉണ്ടാവും. ഇതുവരെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ ശ്രമിച്ച ശക്തികൾ, ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ആ വ്യക്തി അകറ്റാൻ ശ്രമിച്ച ശക്തികൾ, ഇതൊക്കെ പരാജയപ്പെടുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിലുള്ള അകലം കുറയുന്നു. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവുന്നു. ഒരിക്കലും നിങ്ങൾക്ക് തകർച്ചയില്ലാത്ത ഒരു മുന്നേറ്റം, ഒരിക്കലും തകരാത്ത ഒരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട്, വളരെ തീക്ഷ്ണതയോടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു, ഒരുമിക്കാൻ കഴിയുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സംരക്ഷണം ഉണ്ടാകുന്നു. ഇരുട്ടിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, ആപത്ഘട്ടത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ, അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തിളങ്ങി നിൽക്കുന്നു. ഇരുട്ടിൽ ഒരു നക്ഷത്രം തിളങ്ങുന്നത് പോലെ അത്രത്തിൽ ശോഭയോടെ തെളിയുന്നു. ആ വ്യക്തിയുടെ അന്തരാത്മാവിൽ ആഴത്തിലുള്ളൊരു ബന്ധമായി നിങ്ങളുടെ ബന്ധം മാറുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.